നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ചുമ്മാ ശബരിയേട്ടന് ഞാനും മോനും മാത്രം ഉള്ളപ്പോഴേ ഉള്ളൂ ഈ ഒരു സ്നേഹം. മറ്റുള്ളവരുടെ മുൻപില് വലിയ ഗൗരവക്കാരനും. ഇപ്പൊ കാണിക്കുന്ന ഈ സ്നേഹേ ഇവിടെ എല്ലാവരുടെ മുന്നിൽ വെച്ച് കാണിച്ചോടി ശബരിയേട്ടന്. എടി പൊട്ടിപ്പെണ്ണേ, എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെയൊക്കെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുമോ? സ്നേഹിക്കുമ്പോ ഒരു സ്വകാര്യതയും സ്വാതന്ത്ര്യമൊക്കെ വേണ്ടേ? എന്താ ശബരിയേട്ടാ, മോന്റെ മുന്നിൽ വെച്ചാണോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? ആ ദാ കണ്ടോ, ഇതാണ് ഞാൻ നിന്നെ പരസ്യമായിട്ട് സ്നേഹിക്കാത്തത്. അപ്പൊ നീ പറയും ദേ അച്ഛൻ ദേ ചേച്ചിന്ന്. എന്തിനാ ഞാൻ വെറുതെ അവരുടെയൊക്കെ മുമ്പിൽ ചമ്മന്ന്? അവരുടെയൊക്കെ മുന്നിൽ വെച്ച് എന്നെ ഉമ്മ വെക്കണമെന്നാണോ ശബരിയേട്ടനോട് ഞാൻ പറഞ്ഞത്? ആ, എല്ലാവരുടെയും മുൻപില് എനിക്കൊരു പ്രത്യേക സ്ഥാനം ശബരിയേട്ടൻ തരുന്നുണ്ടെന്ന് എനിക്ക് തോന്നണം. ശബരിയേട്ടൻ ഏത് കാര്യത്തിലും ആദ്യം എന്നോട് അഭിപ്രായം തേടണം. ഞാൻ പറയുന്ന കാര്യങ്ങള് മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് ശബരിയേട്ടൻ സന്തോഷായിട്ട് അംഗീകരിക്കണം. ഞാൻ ഉണ്ടാക്കിയ ഫുഡ് കഴിക്കുമ്പോ എല്ലാവരുടെയും മുൻപിൽ വെച്ച് ശബരിയേട്ടൻ എന്റെ പാചകത്തെ കുറിച്ച് പുകഴ്ത്തി സംസാരിക്കണം. ശബരിയേട്ടന് ബിസിനസ്സിലുണ്ടായ ഉയർച്ച ഞാൻ വന്നതിന് ശേഷമാണെന്ന് പറയണം. എന്റെ ദേ, ഇത്രയും വലിയ ആഗ്രഹങ്ങളൊക്കെ മനസ്സിലടക്കി വെച്ചോണ്ടാണോ നീ ഇതുവരെ എന്റെ കൂടെ ജീവിച്ചത്? നമുക്കൊരു മോൻ ജനിച്ചിട്ടും ഞാൻ ഇതുവരെ നിന്റെ സങ്കല്പത്തില് ഭർത്താവായില്ല എന്നുള്ളത് എന്റെ ഒരു വലിയ പരാജയമായി പോയല്ലോ. ആ, അതൊന്നും കുഴപ്പമില്ല. ഇനിയും നമുക്ക് സമയമുണ്ടല്ലോ. ശബരിയേട്ടൻ മനസ്സ് വെച്ചാ എന്റെ ഈ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരാൻ പറ്റുമെന്നാണ് എന്റെ ഒരു വിശ്വാസം. ഓക്കെ, നമുക്കൊരു മോളും കൂടി ജനിക്കുമ്പോ ഞാൻ നിന്റെ സങ്കല്പത്തിലെ ഉത്തമ പുരുഷനായിട്ട് മാറിയിരിക്കും. പോരെ? ശരി ശരി. വാവേ, ഞാൻ മോനെടുക്കട്ടെ. വാവേ, ആ അമ്മയുടെ മോനെന്തിനാ കരയുന്നേ? വന്ന് 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 വന്ന്. ആ മാമൂന്നുണ്ടേ. ആ പൊന്നിന് മാമൂന്നുണ്ടടാ. ആ ഇഞ്ചടാ വാവേ, ഇഞ്ചടാ. നോക്കച്ചനെ ടാറ്റ പറഞ്ഞ് ഞങ്ങള് മാമൂന്നിട്ട് വരാന്ന് പറഞ്ഞേ. പോവാ പോവാ. അയ്യോ പോ. വാ വാ പോവാവേ. വാവേ, നമുക്കേ മാമുണ്ണാൻ പോവാവേ. ഞങ്ങള് മാമുണ്ടിട്ട് വരാവേ. വാതില് ലോക്ക് ചെയ്തിട്ടില്ല. അനതേട്ടത്തിയായിരുന്നു. എന്താ ഇപ്പൊ ഇങ്ങോട്ടേക്ക് കേറി വരാറില്ലല്ലോ? ശബരി ഇത്രയും നേരമായി എഴുന്നേറ്റില്ലെന്ന് പറഞ്ഞിട്ട് അച്ഛൻ വിളിക്കാൻ പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ. ധനേട്ടൻ അവിടെ താഴെ നിന്ന് ചുഴിഞ്ഞു നോക്കുന്നുണ്ട്. അയാളോട് പോവാൻ പറ, വായ നോക്കി. ആ ശബരി എഴുന്നേറ്റ് വാ, കമ്പനിയിൽ പോണ്ടേ? ഞാനൊന്ന് ദയയും മോനെയും പോയി കണ്ടാലോന്ന് ആലോചിക്കേട്ടത്. നല്ല കാര്യമല്ലേ ഇത്? 2 ദിവസമായില്ലേ അച്ഛൻ പറയാൻ തുടങ്ങിയിട്ട്. ഇന്ന് എന്തായാലും പോയിട്ട് വാ ശബരി. ദയെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് അനന്തമാഷ് നമ്മുടെ അച്ഛനെ വിളിച്ച് പറഞ്ഞ സ്ഥിതിക്ക് അവള് നിന്റെ കൂടെ വരാൻ തയ്യാറാവോന്നാ എനിക്ക് തോന്നേ. ഏയ്, അച്ഛൻ വിളിച്ചു പറഞ്ഞത് അദ്ദേഹത്തിന്റെ ആഗ്രഹം മാത്രമായിരിക്കാനാ സാധ്യത. ദയയുടെ സ്വഭാവം എനിക്കറിയില്ലേ. അവൾ ഇങ്ങോട്ടേക്ക് വരാൻ തീരുമാനിച്ച ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരാൻ കാത്തു നിൽക്കാതെ അവള് മോനെയും കൊണ്ട് എപ്പ ഇങ്ങോട്ട് വന്നു എന്ന് ചോദിച്ചാ മതി. എന്തായാലും 2 അച്ഛന്മാരുടെ ആഗ്രഹമല്ലേ. ഇന്ന് എന്തായാലും ശബരി പോയി ദയെ കാണും. അവരുടെ തറവാട്ടില് നീ ഇതുവരെ പോയിട്ടുമില്ലല്ലോ. ആ, അതാണ് പോവാൻ മടിക്കുന്ന വേറൊരു കാര്യം. പഞ്ചരത്നത്തിലാണെങ്കിലും കുഴപ്പമില്ല. തറവാട്ടിലെത്തിയ ശേഷം ദയയുടെ അഹങ്കാരം വീണ്ടും കൂടിയിട്ടുണ്ടോന്ന് ആർക്കറിയാം? അതൊക്കെ നിന്റെ തോന്നലാ ശബരി.
മറ്റുള്ളവർക്ക് അവളുടെ സ്വഭാവം കാണുമ്പോ അഹങ്കാരിയാണെന്ന് തോന്നിയാലും ഒരിക്കലും നിനക്കങ്ങനെ തോന്നാൻ പാടില്ല. ആ അമ്മയെ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്യുമ്പോ മാറാൻ വീട് കിട്ടിയോ? ആ അഭി 1-2 നോക്കി വെച്ചിട്ടുണ്ട്. ഇന്നോ നാളെയോ അഡ്വാൻസ് കൊടുത്ത് ഉറപ്പിക്കാന്നാ പറഞ്ഞത്. അതിനുള്ള പൈസയൊക്കെ അവന്റെ കയ്യിലുണ്ടോ ഏട്ടത്തി? ആ അതൊക്കെ അവൻ റെഡിയാക്കി വെച്ച് കാണും. ആ ശബരി പോയി റെഡിയായിട്ട് വാ, ഞാൻ കഴിക്കാൻ എടുത്തു വെക്കാം. ആ പോയിക്കോ പോയിക്കോ. ശബരിയെ വിളിച്ചുണർത്താൻ പോയതാണല്ലേ? അവൻ ഉണർന്നോ? ധനേട്ട് വഴി മാറിക്കേ, ഇല്ലെങ്കിൽ ഞാനിപ്പോ അച്ഛനെ വിളിക്കും. വിളിച്ചോ? നീയേ എന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. ഉം. ഈ ധനന്റെ കൈ ശുദ്ധമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. പക്ഷേ നിങ്ങളുടെ കൈയും മനസ്സ് ശുദ്ധമല്ലെന്ന് എന്നെങ്കിലും ഞാൻ തെളിയിക്കും. എന്നെ നീ ഒറ്റി കൊടുത്താലേ നിന്നെ ഞാൻ വീട്ടിലും നാട്ടിലും നാറ്റിക്കും. അതിനുള്ള തെളിവൊക്കെ ഈ ധനന്റെ കയ്യിലുണ്ട് മോളെ. അളിയോ, നീ ഇന്ന് എഴുന്നേക്കാൻ താമസിച്ചോ? ഞാനും ലേശം താമസിച്ചു. ഇന്ന് നടക്കാനൊന്നും പോയില്ല. അതുകൊണ്ട് ടെറസിന്റെ മുകളിൽ കയറി കുറച്ച് കസർത്തങ്ങ് കാണിക്കാന്ന് വിചാരിച്ചു. സൂക്ഷിക്കണ അളിയാ, രാവിലെ എഴുന്നേറ്റ് നടക്കുന്നത് പോലെയല്ല. കസർത്ത് കാണിച്ചാലേ ചിലപ്പോ ഉളുക്കും, പിന്നെ നിവർത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ അങ്ങനെ കടുത്ത വ്യായാമം ഒന്നും ചെയ്യുന്നില്ല ശബരി. പിന്നെ വാസന്തിയുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിട്ടാ. ഞാനേ ടെറസിന്റെ മുകളിൽ ചെന്ന് ഫോൺ അങ്ങ് നോക്കി ഇരിക്കേ ഉള്ളൂ. അപ്പോ മൊത്തം ഉടായിപ്പല്ലേ? ഇത് എവിടം വരെ പോവളിയാ? പോകുന്നവരങ്ങ് പോട്ടെ എന്നളിയാ. എന്നാലേ ഞാൻ പോയിട്ട് വരാം. റേഞ്ചേ അവിടെ ഉള്ളേ. ആയിക്കോട്ടെ ആയിക്കോട്ടെ.